നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ. സത്വഗുണമൂർത്തിയായ മഹാവിഷ്ണുവാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സ്ഥിതിയുടെ കർത്താവ്. വിഷ്ണു എന്ന പദത്തിന് എല്ലായിടവും നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. പൂർണ്ണ അവതാരങ്ങൾ, അംശാവതാരങ്ങൾ, അങ്ങനെ വിഷ്ണുവിന് അസംഖ്യം അവതാരങ്ങളുണ്ട്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, കപിലൻ, ദത്താത്രേയൻ, നാരദൻ, മോഹിനി, ഗരുഡൻ, ധന്വന്തരി, വ്യാസൻ തുടങ്ങിയവരെല്ലാം വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ്. ദേവന്മാർ, മനുക്കൾ, മനുപുത്രന്മാർ, പ്രജാപതികൾ, മഹർഷിമാർ എന്നിവരും വിഷ്ണുവിൻ്റെ അംശങ്ങളും കലകളും ആണ്. ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുവാൻ തുടങ്ങുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥമായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ് ഏറ്റവും പ്രധാനം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിവയാണ് ദശാവതാരങ്ങൾ. ഇതിൽ ശ്രീകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ്. അഷ്ടാക്ഷരം, ദശാക്ഷരി, ദ്വാദശി, ഷോഡശാക്ഷരി, ത്രൈലോക്യമോഹന ഗോപാലം, സുദർശനം, അനന്തശയനം, സന്താനഗോപാലം, ധന്വന്തരി, നരസിംഹം, ശ്രീവിദ്യാ ഗോപാലം എന്നിങ്ങനെ മഹാവിഷ്ണുവിന് അസംഖ്യം രൂപകൽപ്പനകളുണ്ട്. ചതുർബാഹു രൂപത്തിലുള്ള വിഗ്രഹങ്ങളാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൊതുവെ കാണപ്പെടുന്നത്. വലതുവശത്ത് മുകളിലുള്ള കൈയിൽ ചക്രവും താഴെയുള്ള കൈയിൽ പദ്മവും, ഇടതുവശത്ത് മുകളിലുള്ള കൈയിൽ ശംഖും താഴെയുള്ള കൈയിൽ ഗദയും ധരിച്ചിരിക്കുന്ന രൂപത്തിലാണ് ഈ വിഗ്രഹങ്ങൾ. വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെയും വിഷ്ണു പ്രതിഷ്ഠയായി പൂജിക്കാറുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ പൊതുവെ 4 പ്രദക്ഷിണമെന്നാണ് നിയമം. പാൽപായസം, ത്രിമധുരം, വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി, വിഷ്ണു പൂജ, മുഴുക്കാപ്പ്, അരക്കാപ്പ് തുടങ്ങിയവ വിഷ്ണുവിൻ്റെ ഇഷ്ട വഴിപാടുകളാണ്. വിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടതൊന്നാണ് തുളസി. തുളസിയാണ് പ്രിയപ്പെട്ട പുഷ്പം. വ്യാഴാഴ്ചകൾ, ഏകാദശി, തിരുവോണം നക്ഷത്രം എന്നിവ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാനമാണ്. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ കലകളോടുകൂടിയ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണനെയാണ് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായി കണക്കാക്കുന്നത്. സംഗീതം, സാഹിത്യം, കവിത, നൃത്തം, ചിത്രകല, ശില്പകല എന്നിങ്ങനെ സകല മേഖലകളിലും കൃഷ്ണഭക്തിയും കൃഷ്ണസങ്കല്പവും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. അന്നേ ദിവസം കുംഭാഭിഷേകം, പുഷ്പാഭിഷേകം, ഉറിയടി, ഭാഗവത പാരായണം, നാരായണീയ പാരായണം, വിഷ്ണു സഹസ്രനാമ ജപം തുടങ്ങിയവ നടത്തിവരുന്നു. വിഷു, ഏകാദശി തുടങ്ങിയവയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. പാൽപ്പായസം, തൃക്കൈവെണ്ണ, അവൽ നിവേദ്യം തുടങ്ങിയവ ശ്രീകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്.